വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ വഴികളിൽ ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്ന് എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ആദ്യ പടിയിലേക്ക് ഇന്ത്യ ഇറങ്ങി വരുന്നതായി സൂചന വരുന്നു. ഏതാനും ദിവസങ്ങൾ കൂടി ഇന്ത്യ യുദ്ധത്തിലേക്ക് എടുത്തുചാടാൻ പോവുകയാണ് എന്നതിന്റെ സൂചനയാണ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകുന്നത്. ഏപ്രിൽ 22-ന് ചില കാശ്മീരികളുടെ സഹായത്തോടെ പാകിസ്ഥാൻ തീവ്രവാദികൾ കാശ്മീരിലെ പഹൽഗാമിലെ ബൈസരൻ വാലിയിൽ നടത്തിയ ഭീകരാക്രമണത്തിൽ 26 വിനോദസഞ്ചാരികൾ അതിദാരുണമായി കൊല്ലപ്പെട്ടിരുന്നു. ഈ നിഷ്ഠൂരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാവുകയായിരുന്നു. മുമ്പ് ഇരു രാജ്യങ്ങളും ശത്രുതയ്ക്ക് പിന്നിലായിരുന്നില്ലെങ്കിലും ഈ ആക്രമണത്തോടുകൂടി ഒരു യുദ്ധത്തിന്റെ മുഖത്തേക്ക് നീങ്ങുകയായിരുന്നു ഇരു രാജ്യങ്ങളും. ഇന്ത്യ പാകിസ്ഥാന്റെ മേൽ ഒരു നിയന്ത്രിത ആക്രമണം നടത്താൻ ലോകരാജ്യങ്ങളുടെ പിന്തുണ തേടുകയായിരുന്നു ഇതുവരെ. പ്രധാനപ്പെട്ട പല ലോകരാജ്യങ്ങളും ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ യുദ്ധപ്രഖ്യാപനം നടത്തി രണ്ടാഴ്ചയാകുമ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ പ്രസ്താവനയ്ക്ക് യാതൊരു അയവും ഉണ്ടാകുന്നില്ല. അതോടൊപ്പം തന്നെ വിവിധ ഇന്ത്യൻ മിലിറ്ററി പോസ്റ്റുകൾക്ക് നേരെയും പാകിസ്ഥാൻ മിലിറ്ററി വിവേചനരഹിതമായി വെടിയുതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു യുദ്ധവും പ്രതികൂലമായി ബാധിക്കുക രാജ്യത്തെ സാധാരണ ജനങ്ങളെയായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ യുദ്ധവിധി നിലനിൽക്കുക ശത്രുരാജ്യത്തിനോട് അടുത്ത് നിൽക്കുന്ന സ്റ്റേറ്റുകളുമായിരിക്കും. ഇവർക്കൊക്കെ ധൈര്യം പകർന്നു നൽകേണ്ടതും യുദ്ധത്തെക്കുറിച്ച് അവബോധം നൽകേണ്ടതും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ യുദ്ധത്തിന് ഗവൺമെന്റിന് ആത്മവീര്യം പകരേണ്ടത് ജനങ്ങളുടെ ബാധ്യതയുമാണ്. ജനങ്ങൾക്കിടയിൽ നൂറുകണക്കിന് വിയോജിപ്പുകൾ ഉണ്ടാവാം, ഭരണകൂടത്തിനുണ്ട്. പലതും ആ വിഭാഗീയതയൊന്നും യുദ്ധവേളയിൽ നാം ഗവൺമെന്റിനെതിരെയുള്ള ആയുധമാക്കരുത്. ഗവൺമെന്റിന്റെ കൂടെ നിന്നുകൊണ്ട് നാം ശത്രുക്കൾക്കെതിരെ ആത്മത്യാഗം ചെയ്യാൻ സന്നദ്ധരാകേണ്ടതുണ്ട്. അതുപോലെയാണ് ഗവൺമെന്റ് തിരിച്ചും. അതിന്റെ ഭാഗം തന്നെയാണ് ഗവൺമെന്റ് ഇപ്പോൾ സ്റ്റേറ്റുകൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശവും. അപായ സൈറണുകൾ സ്ഥാപിക്കാനും ശത്രു വിമാനങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും മിസൈൽ ആക്രമണങ്ങളിൽ നിന്നുമെല്ലാം എടുക്കേണ്ട മുൻകരുതലുകളുടെ മോക്ക് ഡ്രിൽ നടത്താനും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ 1970 ഇന്ത്യ പാക് യുദ്ധസമയത്തും കേന്ദ്ര ഗവൺമെന്റ് സമാനമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. കേന്ദ്രം ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം അപായ സൈറണുകൾ സ്ഥാപിക്കുക, ആക്രമണം നേരിടാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും പരിശീലനം നൽകുക, ഒഴിപ്പിക്കൽ നടപടിക്കുള്ള റിഹേഴ്സൽ നടത്തുക എന്നിവയാണ്. മെയ് 7-ന് മോക്ക് ഡ്രിൽ നടത്താൻ വേണ്ടപ്പെട്ട സ്റ്റേറ്റുകൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി കഴിഞ്ഞു. സത്യത്തിൽ കാർഗിൽ യുദ്ധ സമയത്തോ അതിനുശേഷമുണ്ടായ സർജിക്കൽ സ്ട്രൈക്കിലോ ഒന്നും കാണാത്ത ഒരുക്കങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുമെന്നുള്ളത് ഉറപ്പിച്ച പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ നിന്നും അതേ നിലയിലുള്ള തിരിച്ചടികൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന തിരിച്ചടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ആക്രമണം ആവാം, അതല്ലെങ്കിൽ എയർ റെയ്ഡ് ആയിരിക്കാം. ഇതേതായാലും അത്തരം സന്ദർഭങ്ങളിൽ ജനങ്ങൾ എങ്ങനെയായിരിക്കണം പ്രതികരിക്കേണ്ടതെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഗവൺമെന്റിന്. പാകിസ്ഥാൻ വിമാനങ്ങൾ എയർ റെയ്ഡ് നടത്തുമ്പോൾ എന്തെല്ലാം മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കണം, ബോംബുകൾ മിസൈലുകളും വീഴുമ്പോൾ എന്തെല്ലാം രക്ഷാമാർഗങ്ങൾ സ്വീകരിക്കണം എന്നതെല്ലാം സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി സിവിൽ ഡിഫൻസ് വിഭാഗത്തെ സജ്ജരാക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായാണ് ബുധനാഴ്ച വിദ്യാർത്ഥികൾക്കും സാധാരണ ജനങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മോക്ക് ഡ്രില്ലുകൾ നടത്താൻ സംസ്ഥാനങ്ങളോട് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എയർ റെയ്ഡിന് സാധ്യതയുള്ള രാത്രികാലങ്ങളിൽ ശത്രുരാജ്യത്തിന് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളും മറ്റും തിരിച്ചറിയാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം, സൈറൻ മുഴങ്ങുമ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതെല്ലാം മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മോക്ക് ഡ്രില്ല് കൂടി നടന്നു കഴിയുമ്പോൾ രാജ്യത്തെ ജനങ്ങളും തീർത്തും ഒരു യുദ്ധ പശ്ചാത്തലത്തേക്ക് മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല.